ഓക്കെ. സോ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള 19th മാർക്കിലെ അനാലിസിസിലേക്ക് കിടക്കാം. 19th മാർക്കിലെ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും നാൾ ചെയ്തുകൊണ്ട് വന്നത് കണ്ടിന്യൂഷൻ മാർക്കറ്റ് ആയിരുന്നു. സോ നമുക്ക് ഇനി ലേറ്റസ്റ്റ് അവൈലബിൾ ആയിട്ട് കറന്റ്ലി അവൈലബിൾ ആയിട്ട് ലൈവിൽ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ തന്നെ അനാലിസിസ് നടത്താം. ലൈവ് മാർക്കറ്റ് അല്ല, ആഫ്റ്റർ യുഡി മാർക്കറ്റ്. സോ ആഫ്റ്റർ യുഡി മാർക്കറ്റിൽ അനാലിസിസ് നടത്തുവാണെങ്കിൽ ഓക്കെ. സോ പ്രീവിയസ് ഡേയിൽ അതായത് 18th മാർക്കറ്റിലാണ് നമ്മൾ 18th മാർക്കറ്റിലെ ലെവൽസ് മാർക്ക് ചെയ്യും. ബോത്ത് നിഫ്റ്റി, സെൻസസ് ആൻഡ് ബാങ്ക് നിഫ്റ്റി. സോ ലെവൽസ് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലെവൽസ് ഏതൊക്കെയാണെന്ന് ഡൗട്ട് ഉള്ളവർക്ക് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറന്റ് അവൈലബിൾ ആയിട്ടുള്ള ഫസ്റ്റ് തുടക്കം തൊട്ടുള്ള വീഡിയോസ് വാച്ച് ചെയ്താൽ മനസ്സിലായി ഏതൊക്കെയാണ് ലെവൽസ് എന്നുള്ളത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ. സോ അപ്പോൾ 18th മാർക്കറ്റ് 18th സെപ്റ്റംബർ എടുക്കുവാണെങ്കിൽ പ്രീവിയസ് ഹൈ മാർക്ക് ചെയ്തു. പിന്നെ ബൗൺസിങ് ലെവൽ, അതായത് അൺക്ലിയർഡ് ആയിട്ടുള്ള ബൗൺസിങ് ലെവൽ മാർക്ക് ചെയ്തു. ആൻഡ് പിന്നെ ക്ലോസിംഗ് പ്രൈസ് മാർക്ക് ചെയ്തു. പിന്നെ ഉള്ളത് പ്രീവിയസ് ഡേ ലോയെ. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരു ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ ലെവൽ എന്ന് പറയുന്നത്, അതായത് ഈ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, കറന്റ് ഹോൾഡ് ചെയ്തു, എന്നിട്ട് റിവേഴ്സ് വന്നു, എന്നിട്ട് ഇവിടുന്ന് വീണ്ടും സെല്ലിങ് വന്ന് അങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ, ഒരു പ്രോപ്പർ പ്രൈസ് ആക്ഷൻ ഇവിടെ ആക്ച്വലി നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ലെവല് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു എന്താ പറയാ, വേണമെങ്കിൽ നമുക്കൊരു ബൗൺസിങ് അല്ലെങ്കിൽ കറന്റ് ഡേ ബൗൺസിങ് അല്ലെ പ്രീവിയസ് ഡേ മാർക്കറ്റ് ബൗൺസിങ് ലെവൽ എന്ന് പറയാം. ഒരു പ്രൈസ് ആക്ഷൻ, ഒരു പ്രോപ്പർ പ്രൈസ് ആക്ഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ലെവല് നമ്മളൊരു കൺഫർമേഷന് വേണ്ടി മാർക്ക് ചെയ്ത്. അതേപോലെ തന്നെ സെൻസസ് എടുക്കുകയാണെങ്കിൽ പ്രീവിയസ് ഹൈ മാർക്ക് ചെയ്തു, ക്ലോസിംഗ് പ്രൈസ് മാർക്ക് ചെയ്തു, റൗണ്ട് നമ്പർ മാർക്ക് ചെയ്തു. പിന്നെ പ്രൈസ് ആക്ഷൻ നടന്നിരിക്കുന്ന ഈ ഒരു ഹോൾഡ് ചെയ്തിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. പിന്നെയും മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടെ നിന്ന് റിവേഴ്സ് വന്നു. പിന്നെ കണ്ടിന്യൂസ്ലി ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് മുകളിൽ ക്ലോസ് ചെയ്തു. സോ ആ ഒരു ലെവൽ മാർക്ക് ചെയ്തു. പിന്നെ കൺക്ലിയർഡ് ആയിട്ടുള്ള ബൗൺസിംഗ് ലെവൽ മാർക്ക് ചെയ്തു. റൗണ്ട് നമ്പർ നിയർ ബൈ ആയിട്ടുള്ള റൗണ്ട് നമ്പർ മാർക്ക് ചെയ്തു. സോ സെൻസസ് അതാണ്. ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ 18th മാർക്കറ്റ് അൺക്ലിയർഡ് ആയിട്ടുള്ള ബൗൺസ് ലെവൽ മാർക്ക് ചെയ്ത്, പ്രീവിയസ് ഹൈ, പ്രൈസ് ആക്ഷൻ ലെവല്, പ്രീവിയസ് ലോയ്, റൗണ്ട് നമ്പേഴ്സ്, പിന്നെ ക്ലോസിംഗ് പ്രൈസ്, ഇത്രയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ നിഫ്റ്റി തൊട്ട് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. നിഫ്റ്റിയിൽ പറയുകയാണെങ്കിൽ പ്രീവിയസ് ഡേയിൽ എന്ത് ചെയ്ത് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് കണ്ടിന്യൂസ്ലി സെല്ലിംഗ് വന്നു, ബൗൺസ് ലെവലിൽ വന്നു, അൺക്ലിയർഡ് ആയിട്ടുള്ള ക്ലോസിംഗ് പ്രൈസ് ബൗൺസ് ലെവലിൽ വന്നു, എന്നിട്ട് അവിടുന്ന് കണ്ടിന്യൂസ് മൊമെന്റം തന്ന് ക്ലോസ് ചെയ്തു. സോ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഒന്നും തന്നെ ഇല്ല. ഇൻ കേസ് ഏതെങ്കിലും സെല്ലേഴ്സ് ഈ ഒരു പർട്ടിക്കുലർ ലെവൽ ബ്രേക്ക് ചെയ്ത് ചെയ്യുമ്പോൾ എൻ്റർ ആയിട്ടുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് എൻ്റർ ആയിട്ടുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇവിടുന്ന് എൻ്റർ ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും ബ്രേക്ക് ചെയ്ത് സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ഉണ്ടെങ്കിൽ പോലും ആ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു മൊമെന്റത്തിൽ ക്ലിയർ ആയിട്ടുണ്ട്. സോ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഒന്നും തന്നെ മുകളിലില്ല. പിന്നെ ആരാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ബയേഴ്സ്. ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് ബയേഴ്സ് ആക്ടിവേറ്റ് ഉണ്ടാകും. പിന്നെ ഈ ഒരു ലെവൽ കണ്ടോ, ഈ ഓൾറെഡി ബ്രേക്ക് ചെയ്ത സ്വിംഗ് ആണ് ഇത്, ഇതൊരു സ്വിംഗ് ആണ്. ഈ സ്വിംഗ് ബ്രേക്ക് ചെയ്യുമ്പോഴേക്കും ബയേഴ്സിന് ആക്ടിവേറ്റ് ഉണ്ടാകാം. സോ ഓൾറെഡി ഒരു ബയേഴ്സ് ആക്ടിവേറ്റ് ആയത്, ഈ സ്വിംഗ് ബ്രേക്ക് ചെയ്യുമ്പോഴേക്കും ബയേഴ്സ് ആക്ടിവേറ്റ് ആകും, ഈ ഒരു സ്ട്രോങ് മൊമെന്റം കണ്ടുകൊണ്ട്. സോ ഇവിടെ ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ്, 2 ലെവൽ ഓഫ് ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് നിഫ്റ്റിയിൽ അവൈലബിൾ ആണ്. കണ്ടിന്യൂസ് മൊമെന്റം കൂടിയാണ്. സോ നിഫ്റ്റിയിൽ 2 ലെവൽ ഓഫ് ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ് നിയർ ബൈ ക്ലോസിംഗ്. സോ വേറെ ഒന്നും തന്നെ ഇല്ല. റീസർച്ച് ലെവൽ, പിന്നെ റൗണ്ട് നമ്പേഴ്സ് എന്ന് പറയാൻ റൗണ്ട് നമ്പേഴ്സ് ഒന്നും നിയർ ബൈ ഇല്ല. അപ്പൊ നിഫ്റ്റി അത്ര ഉള്ളൂ, 2 ലെവൽ ഓഫ് ബയേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഉള്ളത് സെൻസസ് ആണ്. സെൻസസും ഇതുപോലെ തന്നെ അൺക്ലിയർഡ് ആയിട്ടുള്ള ക്ലോസിംഗ് പ്രൈസിൽ നിന്ന് മാർക്കറ്റ് കണ്ടിന്യൂസ് ബൈയിങ് വന്നു, ഈ ഒരു സ്വിംഗ് ബ്രേക്ക് ചെയ്തു, ബയേഴ്സ് ആക്ടിവേറ്റ് ആയി, ഇവിടുന്ന് ബയേഴ്സ് ആക്ടിവേറ്റ് ആയി. അതുകൂടാതെ 83,000 എന്നുള്ള ലെവലിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തു, എന്നിട്ട് മുകളിൽ ക്ലോസ് ചെയ്തു. സോ ഒരു റൗണ്ട് നമ്പറിന്റെ മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോൾ ആരാണ് അവൈലബിൾ ആയിട്ടുള്ള? ബയേഴ്സ് ആണ്. സോ 3 ലെവൽ ഓഫ് ബയേഴ്സ് ബാങ്ക് സെൻസസിൽ അവൈലബിൾ ആണ്. മുകളിൽ സ്റ്റോപ്പ് ലോസ് ഒന്നും തന്നെ ഇല്ല സെല്ലേഴ്സിന്റെ. ഓക്കെ. അപ്പോൾ ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് 3 ലെവൽ ഓഫ് ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ്, 3 ലെവൽ ഓഫ് ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് സെൻസസിൽ അവൈലബിൾ ആണ്. 2 ലെവൽ ഓഫ് ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് നിഫ്റ്റിയിൽ അവൈലബിൾ ആണ്. ഓക്കെ. ഇനി ബാങ്ക് നിഫ്റ്റി എടുക്കാം.
ഓക്കെ, ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു, കണ്ടിന്യൂസ് സെല്ലിംഗ് വന്നു, മാർക്കറ്റ് എന്ത് ചെയ്തു, ഓൾമോസ്റ്റ് ഓപ്പൺ ചെയ്ത സ്ഥലത്ത് നിന്ന് ഇവിടെ ഓപ്പൺ ചെയ്തെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്തു. ഒരു സ്മോൾ നെഗറ്റീവിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, അൺക്ലിയർഡ് ആയിട്ടുള്ള ക്ലോസിംഗ് പ്രൈസിൽ നിന്ന് ബൈങ് വന്നു, കണ്ടിന്യൂസ് മുകളിൽ പോയി മുകളിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി. സോ ബാങ്ക് നിഫ്റ്റിയിൽ ഇവിടുന്ന് ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. അതുകൂടാതെ 55,000 റൗണ്ട് നമ്പറിന്റെ മുകളിൽ നിന്ന് ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. മാർക്കറ്റ് അവിടെ നിന്നാണ് കണ്ടിന്യൂസ് മൊമെന്റം വന്നിരിക്കുന്നത്. അതുകൂടാതെ ഈ ഒരു സ്വിംഗ് ബ്രേക്ക് ചെയ്യുമ്പോഴും ചിലപ്പോൾ ബയേഴ്സ് ബയേഴ്സ് ആക്ടിവേറ്റ് ആകാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവിടെ 2 ലെവൽ ബയേഴ്സ് സ്ട്രോങ് ആയിട്ട് ആക്ടിവേറ്റഡ് ആണ്. കൂടാതെ ഈ സ്വിംഗ് കട്ട് ചെയ്യുമ്പോഴേക്കും ബയേഴ്സ് എൻ്റർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മുകളിൽ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഒന്നും തന്നെ ഇല്ല. കാരണം ഈ ഒരു സ്ട്രോങ് മൂവ്മെന്റ് ഇവിടുന്ന് വന്നുകൊണ്ട് തന്നെ ഇവിടുന്ന് സെല്ലേഴ്സ് എൻ്റർ ആയിട്ടുണ്ടെങ്കിൽ അവർ ബ്രേക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, അവർ പൊസിഷൻ എക്സിറ്റ് ചെയ്യും. ഈവൻ ദോ ഈ ലോ ഒക്കെ കട്ട് ചെയ്യുമ്പോൾ അവർ പൊസിഷൻ എക്സിറ്റ് ചെയ്യും. പക്ഷെ എന്നാൽ പോലും ഈ ഇൻ കേസ് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്രയും മാർക്കറ്റ് എന്ത് ചെയ്ത് അവർക്ക് പ്രോഫിറ്റ് ചെയ്യുന്ന ഈ ലോയും കട്ട് ചെയ്തിട്ട് മാർക്കറ്റ് അവർ എക്സിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ 50% എബോവ് അവർക്ക് എന്ത് ചെയ്യും, മാർക്കറ്റ് റീട്രേസ്മെന്റ് വരുമ്പോഴേക്കും അവർ പൊസിഷൻ തീർച്ചയായിട്ടും എക്സിറ്റ് ചെയ്യും, ഹോൾഡ് ചെയ്യില്ല. ക്ലിയർ ലോജിക്കാണ്. അത് കൂടാതെ മാർക്കറ്റ് എന്ത് ചെയ്തു, റൗണ്ട് നമ്പറിന്റെ മുകളിൽ ക്ലോസ് ചെയ്തു, സ്വിംഗിന്റെ ഹൈയിൽ ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പം 2 ലെവൽ ഓഫ് സ്ട്രോങ് ആയിട്ടുള്ള ബയേഴ്സിനെയാണ് ബാങ്ക് നിഫ്റ്റിയും ആക്ടിവേറ്റ് ചെയ്തേക്കുന്നത്. സോ ബോത്ത് ഇൻഡെക്സിൽ 2 to 3 2 3 2 എന്നുള്ള ലെവലിൽ എന്താ പറയാ, ബയേഴ്സിനെ സ്ട്രോങ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്തു. സോ ഇവിടെ എൻട്രി വരുന്നത് എങ്ങനെയാന്ന് വെച്ചാല് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഒന്നും തന്നെ ഇല്ല, അത് ക്ലിയർ ആണ്. സോ മാർക്കറ്റ് എന്ത് ചെയ്യും, ഒന്നെങ്കിൽ പുതിയ സ്റ്റോപ്പ് ലോസ് സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, പുതിയ സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്യും. അതല്ലാതെ മാർക്കറ്റിന് ഇവിടെ നിലവിൽ വേറെ ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. സോ അപ്പൊ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ മാർക്കറ്റിന്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇല്ലാത്ത സമയത്ത് മാർക്കറ്റ് എന്ത് ചെയ്യും, മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്യും. പുതിയ സെല്ലേഴ്സിനെ എന്ത് ചെയ്യും, മാർക്കറ്റിന് മുകളിലേക്ക് പോകാൻ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യും, മാർക്കറ്റ് പുതിയ സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്യും. ഇൻ കേസ് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഹണ്ട് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ ഇൻ കേസ് ഇങ്ങനത്തെ ഒരു സിനാരിയോയിൽ ഓൾറെഡി ബയേഴ്സിനെ ആക്ടിവേറ്റ് ആയിട്ട് മാർക്കറ്റ് വീണ്ടും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകണം, നമുക്ക് എന്ത് ചെയ്യാം, പുഷ് സൈഡ് എൻട്രി എടുക്കാം. ധൈര്യമായിട്ട് പുഷ് സൈഡ് എൻട്രി എടുക്കാം. മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് സ്വിംഗ് കട്ട് ചെയ്തിട്ട് ഒരു എൻഗൾഫിംഗ് ബെയറിഷ് ക്യാൻഡിൽ വരുമ്പോൾ നമുക്ക് പുഷ് സൈഡ് എൻട്രി എടുക്കാം. കാരണം മൾട്ടിപ്പിൾ ബയേഴ്സിന് മാർക്കറ്റ് ബോത്ത് ഇൻഡീസ് ആക്ടിവേറ്റ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി മാർക്കറ്റ് എന്ത് ചെയ്തു, സെല്ലിംഗ് ക്യാൻഡിലാണ് വന്നേക്കുന്നത്. കണ്ടോ, ഡയറക്ട്ലി മാർക്കറ്റ് എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്ത് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് റെഡ് ക്യാൻഡിൽ തന്നു. ഓൾറെഡി സെല്ല് ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ മാർക്കറ്റ് റെഡ് ക്യാൻഡിൽ തന്നു. മാർക്കറ്റ് ഏകദേശം ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ ഇതുണ്ട്, ചെറുതായിട്ടൊന്ന് ഹോൾഡ് ചെയ്ത് ഒരു ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്ത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ആണ്. സോ നമുക്ക് ഈ ഒരു റെഡ് ക്യാൻഡിലിൽ നമുക്ക് എൻട്രി എടുക്കാം. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആണ് അവൈലബിൾ, അവരെയാണ് മാർക്കറ്റ് ഡയറക്ട്ലി ഹണ്ട് ചെയ്യുന്നത്. സോ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഒന്നും തന്നെ മുകളിലില്ല. ഇൻ കേസ് മാർക്കറ്റ് ഇവിടുന്ന് എൻട്രി എടുത്ത് ഇവിടുന്ന് റിവേഴ്സ് ആയാൽ പോലും മാർക്കറ്റിൽ ഇനഫ് ആയിട്ടുള്ള സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഇല്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആകില്ല. ഇവിടുന്ന് നമ്മൾ എൻട്രി എടുക്കാനുള്ള റീസൺ അതാണ്. കാരണം നമുക്ക് ഒരു ബയേഴ്സ് എങ്കിലും ആക്ടിവേറ്റ് ആകുന്നത് നമുക്ക് കാണണം. അതിനുവേണ്ടിയാണ് ഒരു ബയേഴ്സ് ഒരു ചെറിയ ഹോൾഡ് കണ്ടിട്ട് പിന്നെ മാർക്കറ്റിൽ ബെയർഷ് ക്യാൻഡിൽ വന്നിട്ട് നമ്മൾ ഇവിടുന്ന് എൻട്രി എടുക്കുന്നത്. കാരണം ഇവിടെ ഡയറക്റ്റ് മൂവ്മെന്റ് ആയതുകൊണ്ട് ഇവിടെ ബയേഴ്സ് ഒന്നും ആക്ടിവേറ്റ് ആകുന്നില്ല. ഒരു ബയേഴ്സും കൂടെ ആക്ടിവേറ്റ് ആകുവാണെങ്കിൽ നമുക്ക് ഒരു പക്ക കൺഫർമേഷൻ ആണ്. അതുകൊണ്ടാണ് ഒന്ന് വെയിറ്റ് ചെയ്തത്. ബോത്ത് ഇൻഡെക്സ് നോക്കുവാണെങ്കിൽ ഓക്കെ, അപ്പം സെൻസസും കൂടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ ഹോൾഡ് നടന്നിട്ടുണ്ട്. സോ ഇതൊരു കൺഫർമേഷൻ ആണ്. ഇവിടുന്ന് നമുക്ക് ഈ ഒരു ചെറിയ ഹോൾഡ് കണ്ടുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഈ ഒരു റെഡ് ക്യാൻഡിൽ തരുമ്പോഴേക്കും നമുക്ക് എൻട്രി എടുക്കാം. ഏകദേശം ഒരു ടൈം പറയുകയാണെങ്കിൽ 9:22 കറക്റ്റ് ആണ്. 9:22 എന്നുള്ള ലെവലിൽ നമുക്ക് എൻട്രി എടുക്കാം. അതേ ലെവലിൽ തന്നെ ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ 9:22 എന്നുള്ള ലെവലിൽ 19th മാർക്കറ്റിൽ 9:22 യെസ് 9:22 എന്നുള്ള ലെവൽ നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും കണ്ടോ ഒരു ഹോൾഡ് നടന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതൊരു ഹോൾഡാണ്. ഒരു ഹോൾഡ് നടന്നിട്ടുണ്ട്. ഏകദേശം ആ ഹോൾഡ് നടന്നിട്ട് ഈ ഒരു റെഡ് ക്യാൻഡിൽ 9:24 ക്യാപ്പിലേക്ക് റെഡ് ക്യാൻഡിൽ നടന്നിട്ടുണ്ട്. സോ ഒരു ഹോൾഡ് എന്ന് പറയുന്നത്, ഇനി നമുക്ക് എൻട്രി എന്ന് പറയുന്നത് മാർക്കറ്റ് ഹോൾഡ് എടുക്കുമ്പോഴാണ്. മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ബയേഴ്സിനെ ചെറുതായിട്ടെങ്കിലും ആക്ടിവേറ്റ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. ഏകദേശം ഈ ഒരു ലെവലിൽ നിന്നൊക്കെ നമുക്ക് എൻട്രി എടുക്കാം. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആണ്, സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഒന്നും തന്നെ മുകളിലില്ല. മാർക്കറ്റ് ഇൻ കേസ് ഇത്രയും വന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവത്തുമില്ല. കാരണം ഇനഫ് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഇല്ലാത്തതുകൊണ്ട് മാർക്കറ്റ് റിവേഴ്സ് ആകത്തില്ല. അപ്പൊ മാർക്കറ്റ് എന്ത് ചെയ്യും, പുതിയ ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യും. പുതിയ ബയേഴ്സ് ആടാകുന്നതനുസരിച്ച് നമുക്കതൊരു ഫിയർ ആയിട്ട് ആക്ട് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മാർക്കറ്റ് വീണ്ടും ഡ്രാസ്റ്റിക് ആയിട്ട് താഴത്തേക്ക് പോകും. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഏകദേശം 3 ഇൻഡെക്സും ഹോൾഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് 9:22 തൊട്ട് 9:21 തൊട്ട് മാർക്കറ്റില് 9:21 തൊട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഏകദേശം 9:19 തൊട്ട്
9.19 തൊട്ട് മാർക്കറ്റ് ഇത് ഹോൾഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അതായത് നിഫ്റ്റിയിൽ നോക്കുവാണെങ്കിൽ ഉണ്ട് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ തന്നേക്കുന്നത് 9.19 തൊട്ട്. അതേസമയം സെൻസസിൽ നോക്കുവാണെങ്കിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുണ്ട് 9.19 തൊട്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുവാണെങ്കിൽ ഏകദേശം ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുവാണെങ്കിൽ 9.19 9.19 തൊട്ട് നമുക്കൊരു ഹോൾഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹോൾഡ് കണ്ടുകൊണ്ട് തന്നെ വിത്തൗട്ട് കൺഫർമേഷൻ നമുക്ക് എൻട്രി എടുക്കാം. കാരണം ബയേഴ്സ് അവിടെ ആക്ടിവേറ്റ് ആവുക. ഓൾറെഡി ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആണ് താഴെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ എന്ന് പറയുന്നത് മാർക്കറ്റ് വീണ്ടും ഹോൾഡ് ചെയ്ത് ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുവാണ്. പിന്നെ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഒന്നും തന്നെ മുകളിലില്ല. സോ നമുക്ക് ഈസിലി നമുക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യാം, പൊസിഷൻ ആഡ് ചെയ്യാം. ഏകദേശം ബോത്ത് ഇൻഡെക്സിലും ഒരു 9.24 തൊട്ട് സെല്ലിങ് സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് ക്യാൻഡിൽ തന്നു തുടങ്ങിയിട്ടുണ്ട്. സോ ഒരു 100 പോയിന്റ് ബാങ്ക് നിഫ്റ്റിയിലും 100 പോയിന്റ് എപ്പോഴാണോ ഈ ഒരു ലോ ക്ലിയർ ചെയ്യുന്നത്, അതായത് ഈ ഒരു ലോ ക്ലിയർ ചെയ്യുന്നത് 100 പോയിന്റ് സ്റ്റോപ്പ് ലോസും വെക്കാം. മാർക്കറ്റ് 100 പോയിന്റ് അല്ല, അതിന് മേളിൽ മാർക്കറ്റ് വന്നിട്ടുണ്ട്. 200 പോയിന്റ് അടുത്ത് മൂവ് വന്നിട്ടുണ്ട്. സോ നമുക്ക് 100 പോയിന്റ് ടാർഗറ്റും 1:1 ആണ് റിസ്ക് റിവാർഡ്. സോ ആ 100 പോയിന്റ് ടാർഗറ്റും 100 പോയിന്റ് സ്റ്റോപ്പ് ലോസും വെക്കാം. ഇവിടെ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. പിന്നെ നിഫ്റ്റി നോക്കുവാണെങ്കിൽ ഏകദേശം നിഫ്റ്റി നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു ഓക്കെ 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 ഏകദേശം ഒരു 9.24 ക്യാൻഡിൽ നമുക്ക് സെല് ചെയ്യാം. ഓക്കെ, 40 പോയിന്റ് സ്റ്റോപ്പ് ലോസും 40 പോയിന്റ് ടാർഗറ്റും വെക്കാം. ടാർഗറ്റ് നമുക്ക് അച്ചീവ് ആയിട്ടുണ്ട്. ഓക്കെ, ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. കാരണം ഈ ഹോൾഡ് കണ്ടുകൊണ്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. മൾട്ടിപ്പിൾ നിയർ ബൈ സ്റ്റോപ്പ് ലോസ് ആണ്. അതായത് ഇവിടെയാണ് ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആയിട്ടുള്ള പ്രീവിയസ് ഡേയിലെ ക്ലോസിംഗ് പ്രൈസിന്റെ നിയർ ബൈ. ഇവിടുന്ന് വന്നിരിക്കുന്ന ഈ ബൈയിങ് ഉണ്ടോ, അതായത് ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് ബൈയിങ് വന്നിരിക്കുന്നുണ്ടോ, ഇതിന്റെ താഴെയായിട്ടായിരിക്കും സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ആ സ്റ്റോപ്പ് ലോസിന് അടുത്ത് വരുന്തോറും മാർക്കറ്റ് ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുക. ആ സ്റ്റോപ്പ് ലോസിന് അടുത്ത് വരുന്തോറും ഇവിടെ ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ഈ ഒരു കൺസോളിഡേഷനിൽ കൂടെ. സോ അത് കണ്ടുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് പൊസിഷൻ ആഡ് ചെയ്യാം. ഓക്കെ, അത് കണ്ടുകൊണ്ട് ബോത്ത് ഇൻഡെക്സിൽ പൊസിഷൻ ആഡ് ചെയ്യാം. ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. സെൻസസ് എടുക്കാം. സെൻസസ് എടുക്കുവാണെങ്കിൽ എന്ത് ചെയ്യാം, അതേ ലെവലിൽ നിന്ന് തന്നെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു ഹോൾഡ് വന്നിട്ടുണ്ട്. ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുവാണ്. സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഒന്നും തന്നെ മുകളിലില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പൊസിഷനിൽ നമുക്ക് എൻട്രി എടുക്കാം. അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു പൊസിഷനിൽ നമുക്ക് ഈ ഒരു ഹോൾഡ് കണ്ടുകൊണ്ടുള്ള പൊസിഷനിൽ എൻട്രി എടുക്കാം. 150 പോയിന്റ് സ്റ്റോപ്പ് ലോസും 150 പോയിന്റ് ടാർഗറ്റും വെക്കാം. ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. സോ സോ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ട്രേഡ് എന്ന് പറയുന്നത്. സോ 19 മാർക്കറ്റ് ലേറ്റസ്റ്റ് മാർക്കറ്റ് ആണ്. ഇനി തൊട്ട് നമ്മൾ അങ്ങോട്ട് ലേറ്റസ്റ്റ് കറന്റ് അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റ് ആയിരിക്കും അനാലിസിസ് ചെയ്യുക, EOD. സോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.